ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു വീക്കെൻഡ് വ്ളോഗാണ് കേട്ടോ. നോർമലി സാറ്റർഡേ ഷിച്ചേട്ടനും ഓഫീസില്ല, അമ്മൂനും അമ്മു എണീറ്റ് വരുന്നുണ്ട്. അമ്മൂനും ക്ലാസ് ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ സമയം ഇപ്പോൾ 8:15 ഓൾറെഡി എണീക്കാൻ വേണ്ടി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പതുക്കെ എണീറ്റ് വന്ന് ഇന്ന് നല്ല സണ്ണി ഡേ ആണ്. അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്, നല്ല തണുപ്പുണ്ട് പുറത്ത്. വെയിലുള്ളതുകൊണ്ട് പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് തണുപ്പ് അറിയുന്നില്ല. 1 ഡിഗ്രി 2 ഡിഗ്രി ഒക്കെയാണ്. എങ്കിലും സണ്ണി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അത്ര വലിയ പ്രശ്നമില്ല, അധികം തണുപ്പൊന്നുമില്ല. അപ്പോൾ തണുപ്പൊക്കെ ഇപ്പോൾ ഏകദേശം കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. മൈനസ് ആയതൊക്കെ പോയി. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ 1 ഡിഗ്രി 2 ഒക്കെ ഉണ്ടാവും. അതിന് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു 12-13 ഒക്കെ ആവുന്നുണ്ട്. ഉച്ചയ്ക്ക് ആകുമ്പോൾ ഭയങ്കര ചൂടാണ്. ഒരു ലെയർ ഇടാൻ പറ്റില്ല ഉച്ചയ്ക്ക്. രാവിലെയൊക്കെ നല്ല തണുപ്പുണ്ടാവും, പക്ഷെ ഉച്ചക്കില്ലേ ചൂടെടുക്കും. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ തണുപ്പുള്ളതുകൊണ്ട് 3-4 ലെയറൊക്കെ ചെയ്തിട്ടാണല്ലോ പോവുക. പിന്നെ തിരിച്ച് വരുമ്പോൾ 13 ഡിഗ്രി ഒക്കെ ആകുമ്പോഴത്തേക്കും അത്രയും ഡ്രസ്സ് ഇട്ട് വരുമ്പോഴത്തേക്കും അമ്മൂന് ചൂടെടുക്കും. പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പോകുമ്പോൾ അമ്മു 2 ലെയറായിട്ടാണ് പോകുന്നത്. ബാക്കി ഡ്രസ്സുകളെല്ലാം മാറ്റി 2 ലെയറായിട്ടാണ് പോവാറ്. അപ്പോൾ അതിപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് ഫുഡ് ഉണ്ടാക്കണം. 8:15 അമ്മൂന് 10 മണിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, കീബോർഡിൻ്റെ ക്ലാസ് ഉണ്ട് 10 മണിയാകുമ്പോഴത്തേക്കും. അപ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ച് അമ്മൂനെ ക്ലാസ്സിൽ കയറണം. അപ്പോൾ അപ്പം എണീറ്റിട്ടില്ല, അപ്പോൾ ഉറക്കമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഞാൻ നേരെ ഇനി അടുക്കളയിലോട്ട് കയറട്ടെ കേട്ടോ. ഇന്ന് എന്താണെന്ന് സ്പെഷ്യൽ? ഇഡ്ഡലി. അപ്പോൾ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇഡ്ഡലിയും റെഡ് ചമ്മന്തി, അമ്മൂൻ്റെ തക്കാളി ചമ്മന്തി. അമ്മൂൻ്റെ അപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചമ്മന്തിയാണ് കേട്ടോ തക്കാളി ചമ്മന്തി. അപ്പോൾ നമുക്കിന്ന് അതുണ്ടാക്കാം. അങ്ങനെ നമ്മുടെ ഹെൽപ്പർ ഇവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് എനിക്ക് കുക്കിംഗ് അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ്. ഇഡ്ഡലിയും പിന്നെ ദോശയും, അതാണ് എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ദോശയൊക്കെ ഭയങ്കര ഇഷ്ടം. മറ്റേ നെയ് റോസ്റ്റൊക്കെ ഇല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടം നെയ് റോസ്റ്റ്. എനിക്ക് ദോശ ഇഡ്ഡലിയും വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ദോശ തന്നെ കൂടുതൽ ഇഷ്ടം. I don't know why, but I like dosha a lot. ഇത്രയും മതിയാ? കുറേശ്ശെ വെച്ചാൽ മതി. ഓക്കെ. ഇഡലിന് ആവി വന്ന് ഇഡലി ചെമ്പ് വിസിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ നോമ്പ് തുടങ്ങി കേട്ടോ. ഈസ്റ്ററിൻ്റെ നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അമ്മൂൻ്റെ ഫസ്റ്റ് നോമ്പാണ്. കുർബാന സ്വീകരണം കഴിഞ്ഞതുകൊണ്ട് ഈ വർഷം തൊട്ട് അമ്മു നോമ്പെടുക്കേണ്ട. കഴിഞ്ഞ വർഷം വരെ എന്തായാലും നോമ്പുണ്ടായില്ല. അമ്മൂന് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ വർഷം തൊട്ട് അമ്മു നോമ്പെടുത്ത് തുടങ്ങിയിട്ടുണ്ട് ആദ്യമായിട്ട്. കഴിഞ്ഞ വർഷം വരെ അമ്മു ഐസ്ക്രീം, ചോക്ലേറ്റ് അതിനൊക്കെ നോമ്പെടുക്കുമായിരുന്നു, നോൺ വെജിന് എടുക്കില്ലായിരുന്നു. അപ്പോൾ ഈ വർഷം തൊട്ട് നോൺ വെജിനും അമ്മു നോമ്പൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 ആഴ്ച മുമ്പ് വരെ ഈ സമയമൊക്കെ ആകുമ്പോഴും ഇരുട്ട് തന്നെയായിരുന്നു കേട്ടോ. നേരം പതുക്കെ വെളുത്ത് വരെ ഉണ്ടായുള്ളേ. ഇപ്പം അതേ നല്ല സണ്ണി ആയിട്ടുള്ള ദിവസമാണ്. ഉണ്ടോ, അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടെന്ന്. നമ്മുടെ ചെടിയൊക്കെ നല്ല ഫ്രഷായിട്ട് ഇപ്പം ഉണ്ട് ഇവിടെ. കഴിഞ്ഞ വർഷം നമ്മുടെ സ്ട്രോബെറി ഉണ്ടായത് ഉണങ്ങിപ്പോയായിരുന്നു. ഇപ്പോൾ ദേ അതിൽ നിന്നൊരു കൂമ്പ് പതുക്കെ മുളച്ച് വരുന്നുണ്ട്. ഇടയ്ക്ക് ഒരെണ്ണം വന്നു, അതും ഉണങ്ങിപ്പോയി. ഇപ്പോൾ ദേ രണ്ടാമതും പതുക്കെ ഒരു കൂമ്പ് ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. ഈ പൂ നല്ല ഭംഗിയില്ലേ, നല്ല രസമില്ലേ കാണാൻ. ഇത് 2 എണ്ണവും
ഈ കുഞ്ഞൊരു ചെടിയുണ്ട് ഇടയിൽ. ഇതും നമ്മൾ കഴിഞ്ഞ വർഷം വെച്ചതാണ്. എന്നിട്ട് അത് ഫുള്ള് പോയി. എന്നിട്ടിപ്പോൾ ഈ സമയമായപ്പോഴത്തേക്കും ഇത് കിഴങ്ങാണ് കേട്ടോ. അതിൽ നിന്ന് ചെടി പിന്നെയും മുളച്ച് വന്നതാണ്. അപ്പോൾ അതേ മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് യെല്ലോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇത്. കട്ടിങ് ആക്കി കഴിഞ്ഞു. അമ്മൂസിനോടെ കട്ട് ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് ഞാനിങ്ങോട്ട് വന്നതായിരുന്നു. നല്ല ഡേ, നല്ല ബ്ലൂ സ്കൈ ആണ്. നല്ല സ്കൈ ഒക്കെ നല്ല സെറ്റായിട്ടുള്ളൊരു ദിവസമാണ്. ഇവിടെ നമ്മുടെ ഒരു കുഞ്ഞൊരു ചെടി ഇരിപ്പുണ്ട്. പൂവൊക്കെ വാടിപ്പോയി. ചെടി നല്ല സെറ്റായിരിപ്പുണ്ട് ഇവിടെ. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ബാൽക്കണി എന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. തണുപ്പുണ്ട് അത്യാവശ്യം. ആ മലയുടെ തുമ്പത്തൊക്കെ മഞ്ഞ് കാണും. അങ്ങോട്ട് കാണിക്കുകയാണെങ്കിൽ അവിടെ കുറേ മഞ്ഞുണ്ട്, പക്ഷെ ഒന്നും മൂടില്ല അവിടെ. ഇന്ന് ഇച്ചിരി ഒരു മങ്ങലായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ആ മലയൊക്കെ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുന്ന മലയാണ് കേട്ടോ. ചെറുതായിട്ട് കാണാൻ പറ്റും. സൂം ചെയ്ത് നോക്കട്ടെ കേട്ടോ. കണ്ടോ, ഫുള്ള് ആ മലയുടെ മുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുന്നതാണ്. ഇന്നത്ര ക്ലിയർ വ്യൂ ഇല്ല, അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് ആ മലയൊക്കെ കാണാൻ പറ്റും. ചുറ്റും മലയാണ്, നല്ല ഭംഗിയാണ്. ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുന്നത് കാണാൻ. പിന്നെ വിൻ്റർ ഒക്കെ കഴിഞ്ഞ് ഒരു സ്പ്രിങ് സമ്മർ ഒക്കെ ആകുമ്പോൾ ഒരു തണുപ്പത്തും വൈകുന്നേരമൊക്കെ നമുക്ക് ഇവിടെ കുഞ്ഞ് സെറ്റിംഗ് ഉണ്ട്. നല്ല രസം. സമ്മറിൽ ഇവിടെ ബാൽക്കണിയിൽ വന്നിരിക്കാൻ നല്ലതാണ് കേട്ടോ. ഇവിടെ ഒരു ടേബിളും ഒരു ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. സൂമാണ്. ഇവിടെ തണുപ്പൊക്കെ ഇച്ചിരി മാറുകയാണെങ്കിൽ നൈസാണ്. ഇവിടെ ഇങ്ങനെ വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് ഒരു ഇച്ചിരി തണുപ്പത്തൊക്കെ ചായയൊക്കെ കുടിച്ച് സൺസെറ്റ് ഒന്നും കാണാൻ പറ്റില്ല, എന്നാലും വെറുതെ നോക്കി ആകാശത്തൊക്കെ നോക്കിയിരുന്ന് കളിച്ചൊക്കെ ഇരിക്കാൻ നല്ല സൂപ്പറാണ്. വലിയ ബാൽക്കണിയും കൂടെ ആയതുകൊണ്ട് സൂപ്പറാണ് ഇവിടെ ഇരിക്കാൻ. മുടി ഈടി കെട്ടിട്ട് അങ്ങനെ അമ്മ പോയി മുടിയൊക്കെ കെട്ടി 2 കൊമ്പൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഇത് അമ്മ തന്നെ ഉണ്ടാക്കിയ ഹെയർ ബാൻഡാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച അമ്മുവിന് പള്ളിയിലൊരു ഒരു ദിവസത്തെ ഒരു എന്താണ് കാർണിവൽ ഉണ്ടായിരുന്നു, കാറ്റിസത്തിന്റെ. അപ്പോൾ അവിടെ പോയപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കാനുണ്ടായിട്ടുണ്ടായി. ഹെയർ ബാൻഡ് ഉണ്ടാക്കി, പിന്നെ അവിടെ പോയിട്ട് ഫേസ് പെയിന്റിംഗ് ഒക്കെ ചെയ്തു, ഒരു കുഞ്ഞു യൂണിക്കോണൊക്കെ ചെയ്തു. 2 ഹെയർ ബാൻഡ് ഉണ്ടാക്കി അല്ലേ? ഒരു ബ്ലൂവും പിങ്കും. ഇത് കുഞ്ഞി പാൻഡ ടൈപ്പ്, ഒരു ബ്രൗൺ വൈറ്റ്. അങ്ങനെ നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ഇളക്കാൻ സമ്മതിക്കാഞ്ഞിട്ടാണ് കേട്ടോ. ഇനി അമ്മനെ കൊണ്ട് ഞാൻ പണിയെടുപ്പിച്ചു എന്നൊന്നും ആരും പറഞ്ഞേക്കല്ലേ. എന്നെ അവള് ഇളക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ്. ഇടയ്ക്ക് കൈയൊക്കെ പൊള്ളുണ്ട് തക്കാളിയുടെ ഇത് തെറിക്കുമ്പോൾ. സമൂസ അവിടെ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇഡലിയുടെ ആണെങ്കിൽ ഇതേ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇഡലിയുടെ കുക്കർ എന്നിട്ട് ഭയങ്കര അച്ചിയും ബഹളമൊക്കെയാണ് ആള്. അങ്ങനെ ഇന്നലെ തലേദിവസം നമ്മൾ കഴുകി ഡിഷ് വാഷറിൽ വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്ത് ഇനി നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. ഡിഷ് വാഷർ ശരിക്കും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഈ സമയം കൊണ്ട് നമ്മൾ സവാളയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്കിതിനി ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ ഇഡലിയും ചമ്മന്തിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ചായ കുടിക്കാവുന്ന പരിപാടി നമുക്കില്ല കേട്ടോ. അപ്പം ഞാനും അമ്മയും കൂടെ ഇതേ കഴിക്കാൻ പോവാണ് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ നമ്മളിത് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇഡലി ചമ്മന്തി. അപ്പം എണീറ്റിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്താണെങ്കിലും വിശന്ന് നമ്മൾ കഴിക്കട്ടെ. സോഫ്റ്റ് ഇല്ലേ, സോഫ്റ്റ് ഇല്ലേ, നല്ല ഇഷ്ടം. അതെങ്ങനെ ഞാനല്ലേ ഇഡലി പാത്രത്തിൽ എണ്ണയൊക്കെ തേച്ചത്? അതുകൊണ്ട് സോഫ്റ്റ് ആയ. ഞാനല്ലേ എന്താണ് ഇതിന്റെ സവാള അരിഞ്ഞത്? ഞാനല്ലേ ഇളക്കിയത്? അതുകൊണ്ടാണ് എടുത്തപ്പം ടേസ്റ്റ് തന്നെ.
അത് ശരിയാ. യെസ്, ഐ എം ഷെഫ്. സാധാരണ നമ്മുടെ സാറ്റർഡേയിലെ ദേശീയ ഭക്ഷണം പുട്ടായിരിക്കും. ഇന്നിപ്പോൾ ഇഡ്ഡലിയുടെ ദോശയുടെ മാവ് ബാക്കി ഉണ്ടായതായിരുന്നേ, അതുകൊണ്ട് ഇന്ന് ഇഡ്ഡലി ആയതാണ്. അല്ലെങ്കിൽ മിക്കവാറും എല്ലാ സാറ്റർഡേയും പുട്ടായിരിക്കും. പുട്ടും മുട്ടക്കറി ആയിരിക്കും നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം. പിന്നെ സാറ്റർഡേത്തെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളൊരു റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സാറ്റർഡേ ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പനായിരിക്കും. പക്ഷെ സാറ്റർഡേ ഞാൻ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഹെൽപ്പർ, അപ്പൻ കുക്ക്. പക്ഷെ കുക്കൊന്നും ചെയ്യില്ലെന്നേ ഉള്ളൂ, ഹെൽപ്പറൊക്കെ എല്ലാം ചെയ്യുന്നത്. സാറ്റർഡേത്തെ കിച്ചൺ ഷീച്ചേട്ടനാണ്. പക്ഷേ എല്ലാം രാവിലെ നമ്മൾ തന്നെ ആയിരിക്കും. കാരണം എണീറ്റ് വരുമ്പോൾ മിക്കവാറും 12 മണി 1 മണിയൊക്കെ ആവാറുണ്ട് സാറ്റർഡേ. അതുകൊണ്ട് ലേറ്റ് ആവുകയാണെങ്കിൽ ഉച്ച തൊട്ടുള്ളത് മിക്കപ്പോഴും ഷീച്ചേട്ടനായിരിക്കും. ഇനിയിപ്പോൾ ഇന്നറിയില്ല കേട്ടോ എന്തായിരിക്കും എന്ന്. സാറ്റർഡേ പക്ഷേ എന്താ റൂള് പ്രകാരം ഷീച്ചേട്ടൻ്റെയാണ് കിച്ചൺ. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മുവിന് ക്ലാസ്സിൽ കയറാൻ സമയമായി. അങ്ങനെ അമ്മുവിൻ്റെ കീബോർഡിൻ്റെ ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ അമ്മുവിന് ക്ലാസ് ഉണ്ട്. മേക്കപ്പ് കഴിഞ്ഞു. അങ്ങനെ അതെ അമ്മുവിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. നമ്മൾ സ്പ്രേ അടിച്ചതിൻ്റെ പാട്ട് നമ്മളിനിയിപ്പോൾ കടയിൽ പോവുകയാണ്. ഈ ആഴ്ചത്തെ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിത് പോകാൻ വേണ്ടി സെറ്റായി ഡ്രസ്സൊക്കെ മാറി ഷൂ ഇടണം അമ്മൂന്. ഞാൻ ഷൂ ഒക്കെ ഇട്ട് സെറ്റാണ്. ഇപ്പോൾ അമ്മൂന് ഷൂ ഒക്കെ ഇട്ട് സെറ്റാവണം. മുടിയൊക്കെ കെട്ടി ആൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി എല്ലാ ശനിയാഴ്ചയാണ് കേട്ടോ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യാറ്. പിന്നെ ഇപ്പോൾ എവിടെയെങ്കിലും പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ വാങ്ങാത്തുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മിക്കവാറും ശനിയാഴ്ചകളിൽ തന്നെ ആയിരിക്കും നമ്മുടെ ഷോപ്പിങ്ങൊക്കെ, ഗ്രോസറി ഷോപ്പിംഗ്. എല്ലാ ആഴ്ചത്തേക്കുള്ളത് നമ്മൾ ശനിയാഴ്ച പോയി വാങ്ങിച്ചിട്ട് വരിക. ഇന്നിപ്പോൾ വൈകുന്നേരം ഒരു 6 മണിയാവുമ്പോൾ കട അടച്ചാൽ പിന്നെ ഇനിയിപ്പോൾ നാളെ സൺഡേ തുറക്കില്ല കേട്ടോ. ഇന്ന് സാറ്റർഡേ ആണ്. നാളെ ഒറ്റ കടയും ഉണ്ടാവില്ല. നമുക്ക് അത്യാവശ്യത്തിന് വല്ലതും വേണമെന്ന് പറഞ്ഞാൽ പോലും നമുക്കൊന്നും കിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം ഒരു 6 മണിക്ക് കടകളൊക്കെ ക്ലോസ് ആയാൽ പിന്നെ ഇനി തിങ്കളാഴ്ച കാലത്തേ തുറക്കുള്ളൂ. അതുവരെ ശോകമുഖമായിരിക്കും. പിന്നെ ശനിയാഴ്ച ഷോപ്പിംഗ് നടത്തിയില്ലെങ്കിൽ പണി പാളും നമുക്ക്. അടുത്ത ആഴ്ചത്തേക്ക് മിക്കവാറും ഒന്നും തന്നെ ഉണ്ടാവില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. സൺഡേ എല്ലാവരും ഫുൾ റെസ്റ്റ് എടുക്കണ ദിവസമാണ്. നമുക്ക് വാക്യൂം ചെയ്യാൻ പോലും ഇല്ലീഗലാണ്. വാക്യൂം ചെയ്യാൻ പോലുള്ള പെർമിഷൻ പോലും ഇല്ല. ഞായറാഴ്ച ദിവസങ്ങളിൽ മീൻസ് ഒട്ടും സൗണ്ട് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണ് ഞായറാഴ്ച. ഒരു കുഞ്ഞു സൗണ്ട് പോലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ സൺഡേസ് അങ്ങനെയാണ്. അപ്പോൾ നമ്മളത് ഷോപ്പിങ്ങിന് വേണ്ടി, ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ഗ്രോസറി ഷോപ്പിംഗ്, അതിന് വേണ്ടി പോകാൻ നിൽക്കുക. ഇന്ന് നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. പുറത്തിറങ്ങാനായിട്ട് ചൂടും ഇല്ല, അധികം തണുപ്പും ഇല്ല. അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ പുറത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതേ കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊരു 200 മീറ്റർ നടക്കാൻ അത്രയേ ഉള്ളൂ കേട്ടോ കടയിലോട്ട്. അപ്പോൾ നമ്മൾ പോണ വഴിക്കൊരു പാർക്കുണ്ട്. ഇപ്പോൾ റിനോവേഷനൊക്കെ കഴിഞ്ഞ് 1 മാസമായിട്ടുള്ളത് തുറന്നു കൊടുത്തിട്ട്. അപ്പോൾ അമ്മും സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഇവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ പാർക്കിലും കളിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ നല്ല ക്ലൈമറ്റാണ്. അതുകൊണ്ട് പാർക്കിൽ അത്യാവശ്യം ആളൊക്കെ ഉണ്ട് കേട്ടോ. മരങ്ങളൊക്കെ കണ്ടോ, ഇലയൊക്കെ പൊഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതേ അങ്ങോട്ട് പോവുക. നമ്മൾ തേടി വന്നാലും അതെ അതെ ഇന്ത്യനല്ലേ. അതിൻ്റെ ഉള്ളിലോട്ട് ഈ പൂ പോലെ ഇരിക്കുന്ന ഒരു സംഭവം കണ്ടോ, അത് സോളാർ പാനലാണ് കേട്ടോ. സണ്ണ് സെറ്റായി കഴിയുമ്പോഴത്തേക്കും അത് ഫുള്ള് അടയും. ഫുള്ളായിട്ട് അടഞ്ഞു പോവും. എന്നിട്ട് സണ്ണിൻ്റെ ഡയറക്ഷനിലോട്ട് അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഒരു ഫ്ലവർ പോലെ ഇല്ലേ, സ്മാർട്ട് ഫ്ലവർ. അത് സണ്ണ് വരുമ്പോ അത് പൂ ഇങ്ങനെ വിരിയും. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാണോ സണ്ണ് പോണേ സണ്ണിന്റെ ഡയറക്ഷനിലോട്ട് അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും.
ഇവിടെ റോഡ് ക്രോസ് ചെയ്യാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളെ കാണുമ്പോൾ തന്നെ വണ്ടിയൊക്കെ നിർത്തിത്തരും. പിന്നെ ഇവിടെ നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിൽ എവിടെ നോക്കിയാലും ഒരു പട്ടി ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരാളും കൂടി ഉണ്ട്. മുമ്പിൽ അവിടെ ഒരാളുണ്ട്. ഒരു ഉണ്ടപ്പത്തി പോലത്തെ സാധനം അങ്ങോട്ട് ഓടിപ്പോണ്ട്. കണ്ടാ കണ്ടേ ഒരു ബോള് പോലത്തെ സാധനം. ഇവിടെ കുറെ ബലൂണൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അല്ലടി അതെ ക്രിസ്മസിന്റെ അല്ല ക്രിസ്മസ് അല്ല ഈസ്റ്റർ ബണ്ണിയൊക്കെ ഇവിടെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അത് ചോക്ലേറ്റ് അല്ല, മറ്റേ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ്സും ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് നമ്മുടെ മീഗ്രോസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ മീഗ്രോസ് ഉണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ, ഫസ്റ്റ് ഫ്ലോറിൽ ഡെന്നറുണ്ട്. നമ്മൾ നോർമലി മീഗ്രോസിലാണ് പോവാറ്. പക്ഷെ ഡെന്നറിലാണ് കുറച്ചുകൂടെ വിലക്കുറവുള്ളത്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടില്ല. ഇവിടെയാണ് നമ്മുടെ അലുമിനിയം, പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കളയേണ്ടത്. ഇവിടെ ഫോട്ടോസ് ഒട്ടിച്ചിട്ടുണ്ട് ഓരോ സാധനത്തിനും. ഇനി നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഈ സ്കാനർ വെച്ച് നമ്മൾ ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബില്ലിങ്ങിൻ്റെ സമയത്ത് എളുപ്പമാണ് കേട്ടോ. പിന്നെ നമുക്ക് കൗണ്ടറിൽ പോയി കഴിഞ്ഞിട്ട് ഓരോന്നായിട്ട് നമുക്ക് സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ സാധനങ്ങൾ ആ സമയത്ത് തന്നെ നമുക്കിങ്ങനെ സ്കാൻ ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ലാസ്റ്റ് നമ്മളെല്ലാം ഷോപ്പിംഗ് കഴിയുമ്പോൾ പേ ചെയ്യാൻ പോണ കൗണ്ടറിൻ്റെ അവിടെ ഒരു മെഷീനുണ്ട്. അവിടെ നമ്മൾ നമ്മുടെ QR കോഡ് നമ്മൾ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ QR കോഡ് കൂടെ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പേയ്മെൻറ്റ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഷോപ്പ് ചെയ്യാൻ നല്ല ടൈം സേവിങ് ആണ്. അതുപോലെ ക്യൂ നിൽക്കൊന്നും വേണ്ട അധികം നേരം. പെട്ടെന്ന് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പേ ചെയ്തിട്ട് വരാൻ പറ്റും. സ്കാൻ ചെയ്തോ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമുക്കിപ്പോൾ ഈസ്റ്ററിൻ്റെ നോമ്പ് തുടങ്ങിയെന്ന്. 50 നോമ്പ് തുടങ്ങിയല്ലോ. അതുകൊണ്ട് പിന്നെ നോൺ വെജിൻ്റെ സൈഡിലോട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കുറേ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇത് അമ്മുവിൻ്റെ സ്നാക്കിൻ്റെ സെക്ഷൻ, സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സ്നാക്സും അതുപോലെ തന്നെ ജ്യൂസിൻ്റെ ഒക്കെ സെക്ഷനാണ് കേട്ടോ ഇത്. പിന്നെ എനിക്ക് ഇവിടെ വന്ന് ഏറ്റവും ഇഷ്ടമുള്ളത് ഇവിടുത്തെ ബ്രെഡിൻ്റെ സെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതല്ല മറ്റിങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ ക്രോസൻ്റൊക്കെ ഇല്ലേ, ആ സെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ബട്ടറിൻ്റെ ക്രോസൻ്റൊക്കെ ഇല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ സെക്ഷൻ. അതെ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സെക്ഷൻ. എനിക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ്. ആ മണം അതുപോലെ ഡോണറ്റൊക്കെ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളതേ നേരെ ഇനി വീട്ടിലോട്ടാണ്. എപ്പോൾ പോയാലും ഈ ഒരു ജ്യൂസ് അമ്മുവിന് ഉറപ്പുള്ളതാട്ടോ. ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ ജ്യൂസിൻ്റെ ഐറ്റത്തിലൊക്കെ ഇഷ്ടമുള്ളത് ഇതാണ്. ഇത് മാത്രമേ എല്ലാ പ്രാവശ്യം പോകുമ്പോൾ അങ്ങനെ എടുക്കാറുള്ളൂ. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട് ഇനി പോയിട്ട് ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് ഷീച്ചേട്ടൻ്റെ സെക്ഷൻ ആയതുകൊണ്ട് ഇന്ന് എനിക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ എന്താണ് ഉണ്ടാക്കേണ്ടതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഉച്ചത്തെ ഫുഡ്. ഷീച്ചേട്ടൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. വലിയ കുഴപ്പമുണ്ടായില്ല, ഒക്കെ ആയിരുന്നു. അങ്ങനെ ഉച്ചത്തെ ഫുഡൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ചത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്മൂനിഞ്ഞി കാറ്റീസുണ്ട് ഒരു 2:30 ഇവിടെ പള്ളിയിൽ. അപ്പോൾ അമ്മൂനെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ്. അമ്മ ഇതൊക്കെ എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഞാൻ അമ്മൂനെ കൊണ്ടാക്കാം. സാധാരണ അമ്മ ഒറ്റയ്ക്കാണ് പോവുക. ഒറ്റയ്ക്കല്ലേ പോവാറ്? കഴിഞ്ഞ പ്രാവശ്യം ഒറ്റയ്ക്കല്ലേ പോയേ? അപ്പം കൂടെ പോയ വേണോ ഉണ്ടാക്കിയേ? ആ, അപ്പോൾ അമ്മൂനെ കൊണ്ടാക്കാൻ വേണ്ടി ഇതേ പോവുക. അടുത്ത് തന്നെയാണ്, നടന്നു പോകാനേ ഉള്ളൂ. എൻ്റെ ഇവിടുത്തെ സ്പോർട്സ് ക്ലാസ് ഇല്ലേ, സ്പോർട്സ് ബിൽഡിങ്ങിൻ്റെ തൊട്ട് അടിയിലായിട്ടാണ് പള്ളി വരുന്നത്. അപ്പം അടുത്താണോന്ന് ചോദിച്ചാൽ അടുത്താണ്, അടുത്തല്ലേന്ന് ചോദിച്ചാൽ അടുത്തല്ല. നല്ല കയറ്റമുണ്ട് ഇവിടുന്ന്. അപ്പോൾ മോൻ്റെ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ്, നമ്മൾ സ്പോർട്സിന് പോകുന്ന അതിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണ്. പക്ഷെ അവൾക്ക് ഒറ്റയ്ക്ക് പോകാൻ മടി. അങ്ങനെ ഞാനും കൊണ്ടാക്കാൻ വേണ്ടി വന്നേക്കാണ്. സ്കൈ നോക്കിയേ, നല്ല ഭംഗിയില്ലേ കാണാൻ? നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എന്തോ സെലിബ്രേഷൻ എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ബലൂണൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹാളാണ് കേട്ടോ. നമ്മുടെ കമ്മ്യൂണിൻ്റെ ഹാളാണിത്. അപ്പോൾ എന്തോ പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടുത്തെ പതുക്കെ വിന്ററൊക്കെ മാറി ചെടികളൊക്കെ ഇതേ പൂട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിലില്ലേ മരമൊക്കെ കണ്ടോ? ഒരില പോലും ഇല്ല. നമ്മൾ പേരിട്ടേക്കുന്നത് പട്ടാളം മരം എന്നാണ് കേട്ടോ. ഈ മരത്തിന് നമ്മുടെ മിലിറ്ററിക്കാരുടെ ഡ്രസ്സ് പോലെ ഇല്ലേ? അപ്പൊ നമ്മളിതേ പോകുന്നു. ഇതൊക്കെ അമ്മൂന്റെ സ്കൂളിന്റെ ഭാഗമാണ്. ഈ വൈറ്റ് ഇതല്ല, ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. അതിന്റെ ബാക്കിലെ വൈറ്റ് കാണുന്നില്ലേ, അതൊക്കെ അമ്മൂന്റെ സ്കൂളിന്റെ ഭാഗം തന്നെയാണ്. പിന്നെ ഇത് അമ്മൂന്റെ സ്കൂൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ ബിബ്ലിയോത്തിക് എഴുതിയേക്കുന്നത് ലൈബ്രറി ആണ് കേട്ടോ. അവിടെ കുറെ സ്വാൻഡിയും കട്ടിലൊക്കെ കണ്ട ബെഡിനില്ലേ. ഓ ബിബ്ലിയോത്തിക്. അപ്പോൾ ഇതൊരു കയറ്റാണ്. അയ്യോ, കിതയ്ക്കാൻ തുടങ്ങി കയറ്റം കയറിയിട്ട്. അപ്പോൾ ഇത് കയറ്റം കയറി ഞങ്ങൾ ക്ഷീണിച്ചു. ഇത് അമ്മൂൻ്റെ സ്കൂൾ തന്നെയാണ് കേട്ടോ. ബാക്കിൽ പള്ളി. ഇതായിരുന്നു അമ്മൂൻ്റെ കഴിഞ്ഞ വർഷത്തെ സ്കൂള്. ഈ വർഷം ഇതിൻ്റെ അപ്പുറത്തെ ബിൽഡിംഗ് ആണ്, നേരെ താഴെ. ഒറ്റ കോമ്പൗണ്ടിലായിട്ടല്ല, ഇങ്ങനെ പല പല സ്ഥലത്തായിട്ടാണ് സ്കൂളിൻ്റെ ബിൽഡിങ്ങുകളൊക്കെ ഇരിക്കുന്നത്. ഇവിടെ ഒരു പള്ളിയുണ്ട്. അത് കാത്തലിക് ചർച്ച് അല്ല, നമ്മൾ പോകുന്നത് വേറൊരു പള്ളിയിലാണ്. അത് മേളിലാണ്. അയ്യോ, കത്തിച്ച് താഴോട്ടൊരു ഇറക്കാണ്. ഇവിടെ ഫുള്ള് സൂപ്പറായിരുന്നു. ഇവിടെ ഫുള്ള് കുന്നുമലയും കയറ്റം ഇറക്കൊക്കെ ആയതുകൊണ്ട് അമ്മേ കയറ്റം കയറി കത്തിച്ച് ഞങ്ങള്. അമ്മന് വരുമ്പോ സുഖം. അയ്യോ എന്ന് പറയും, ഇവിടെ നിന്ന് വിട്ടാ സൈക്കിള് നേരെ താഴെ പോയിട്ട് നിൽക്കുള്ളൂ, ഇറക്കമല്ലേ. അതുകൊണ്ട് അപ്പോൾ അതെ പള്ളി നമ്മുടെ കാണാൻ തുടങ്ങി, എത്താറായി. പിന്നെ നമ്മളങ്ങനെ അതെ നമ്മുടെ പള്ളി എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ പള്ളി. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്, കുറേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. പള്ളിയുടെ സ്പേസ് അല്ല, പബ്ലിക്കായിട്ടുള്ള പാർക്കിങ്ങിൻ്റെ സ്പേസാണ്. അപ്പോൾ ഞാൻ പള്ളി ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ കാത്തലിക് ചർച്ച്. നാട്ടിൽ അത്ര ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇപ്പോൾ അമ്മ വന്നേക്കുന്ന ഫ്രഞ്ചാണ് കാറ്റിസം. ഇംഗ്ലീഷിൽ മാസത്തിൽ ഒരു ദിവസം ഉണ്ടാവും. കാറ്റീസം ഒന്നും ഇല്ല ഇംഗ്ലീഷിൽ, ഫ്രഞ്ചിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മൂനിപ്പോൾ കാറ്റീസ് കൊണ്ടാക്കിയേക്കുക. കാറ്റീസ് ആണെങ്കിലും മാസത്തിലെ ഒരു ശനിയാഴ്ച ഉണ്ടാവുള്ളൂ കേട്ടോ കാറ്റീസം, അധികം ദിവസമൊന്നുമില്ല. മരം കണ്ടോ, നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ഒരു മരം, നമ്മുടെ പട്ടാള മരം, അതിൻ്റെയാണ്. സൈക്കിളെ തണലത്ത് വയ്ക്കാം.
അവിടെ Bonjour. Ça va? അപ്പോൾ ഇതാണ് കേട്ടോ അമ്മൂൻ്റെ കാറ്റിസത്തിൻ്റെ ഹെഡ്, ടീച്ചറല്ല, കാറ്റിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഇതായിരുന്നു. അപ്പോൾ നല്ലൊരു ലേഡിയാണ് കേട്ടോ, സംസാരിക്കാനൊക്കെ ആണെങ്കിൽ നല്ലൊരു ലേഡിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി. അപ്പോൾ നല്ലൊരു പള്ളിയാണ്, നല്ലൊരു ഐശ്വര്യമുള്ള നല്ലൊരു ആംബിയൻസിലിരിക്കണം, അല്ലെങ്കിൽ പീസ്ഫുൾ സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസിലാട്ടോ പള്ളിയുള്ളത്. നല്ലൊരു പള്ളിയാണ്. അങ്ങനെ അതേ അമ്മൂനെ ഞാനിവിടെ ആക്കി, ഇനി ഞാൻ തിരിച്ചു പോവുകയാണ്. അമ്മു തന്നെ വന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിത് അങ്ങനെ അമ്മൂനെ കൊണ്ടാക്കിയിട്ട് ഞാൻ ഇറങ്ങി കേട്ടോ. ഞാൻ ഇനി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവൾ തന്നെ വന്നോളും, ഞാൻ വിളിക്കാനൊന്നും വരുന്നില്ല, അവൾ തന്നെ വന്നോളും. അതുകൊണ്ട് ഇപ്പോൾ വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഒരു 2 മണിക്കൂറുണ്ട് കേട്ടോ അമ്മൂന് ക്ലാസ്. ഇപ്പോൾ 2:30 ആയി, 4:30 വരെ ഉണ്ട് അമ്മൂന് ക്ലാസ്. അതിനിടയിൽ ഒരു ബ്രേക്കൊക്കെ ഉണ്ട്. നാട്ടിലത്തെ പോലെ ഇങ്ങനെ പഠിപ്പിക്കലും സംഭവമൊന്നുമല്ല കേട്ടോ, ഇങ്ങനെ ആർട്ട് ചെയ്യുക, എന്താ നല്ല രസമാണ്. ക്ലാസ് ആയിട്ടൊന്നുമില്ല, അങ്ങനെ ചുമ്മാ ഡിസ്കഷൻസ്, അതിനിടയിൽ ഫുഡ് കൊടുക്കും, ജ്യൂസ് കൊടുക്കും, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അമ്മൂന് ഭയങ്കര ഇഷ്ടമാണ് കാറ്റിസത്തിന് വരാനൊക്കെ. നാട്ടിലാണെങ്കിൽ നമുക്ക് കാറ്റിസത്തിന് എക്സാമും സംഭവമൊക്കെ ഉണ്ടല്ലോ, ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ, എക്സാമൊന്നുമില്ല. ജസ്റ്റ് വരിക, അതേ പള്ളിയെ ബാക്കിൽ കണ്ട് വരിക, അങ്ങനത്തെ സംഭവമൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.